അവിടെ നിർത്തിവെച്ചു. പിന്നീട് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു മണിക്കൂറിന് ശേഷം ആ വാരണാസി മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പുനരാരംഭിച്ചപ്പോൾ വോട്ട് മെഷീനുകൾ പിന്നെ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വിജയിച്ചു പോന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ധാർമ്മികതയാണ് നരേന്ദ്രമോദിക്കുള്ളത്, എന്ത് ഉളുപ്പാണ് നരേന്ദ്രമോദിക്കുള്ളത്. 56 ഇഞ്ചിന്റെ നെഞ്ചിന്റെ വീതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSSന്റെയും സംഘപരിവാരത്തിന്റെയും ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി ജയിച്ചിട്ടുള്ളത് വോട്ട് കൊള്ള നടത്തിയിട്ടാണ്, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിക്കൊണ്ടാണ് രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് എന്ന സത്യസന്ധമായ കാര്യങ്ങൾ ഇന്ന് രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടി, ബാംഗ്ലൂർ സെൻട്രൽ എന്ന മണ്ഡലത്തില് BJP വിജയിച്ചിട്ടുള്ളത് അവിടെ 37,000 വോട്ടുകൾക്കാണ്. എന്നാൽ വളരെ കൃത്യമായി 1,250,000 വോട്ടുകൾ BJP അവിടെ കള്ളവോട്ടായി ചേർത്തു. അതിൽ 40,000-ലധികം വോട്ടുകൾ യാതൊരുവിധ അഡ്രസ്സുമില്ലാതെ ആ ബാംഗ്ലൂർ മണ്ഡലത്തില് യാതൊരുവിധ അഡ്രസ്സുമില്ലാത്ത 40,000-ലധികം വോട്ടുകൾ, 11,500-ലധികം വോട്ടുകൾ ഇരട്ട വോട്ടുകൾ. നമുക്കറിയാം, ഒരാൾക്ക് ഒരു വോട്ട് ചേർക്കുമ്പോൾ സാധാരണയായി ഒരു വീട്ടു നമ്പറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂം നമ്പറോ ഉണ്ടാകണം. എന്നാൽ 0 നമ്പറിന് പോലും വോട്ട് കൊടുക്കുന്ന അവസ്ഥ. കല്യാണം കഴിക്കാത്ത ആളുകൾക്ക് 50-ലധികം കുട്ടികൾ. ഈ രീതിയിൽ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കൃത്യമായ തട്ടിപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവുകൾ കർണാടക ഇലക്ഷൻ കമ്മീഷനോട് തെളിവുകൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ചോദിച്ചപ്പോൾ അത് നൽകാൻ അവർ തയ്യാറായില്ല. CCTVന്റെ ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്, രാജ്യത്തെ ഇലക്ഷന്റെ CCTVകൾ പരിശോധിക്കുവാൻ ചുരുങ്ങിയത് 3000-ലധികം വർഷങ്ങളിലധികം വേണ്ടിവരുമെന്നാണ്. എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഒരു തിട്ടൂരം ഇറക്കിയിട്ടുള്ളത് 45-ലധികം ദിവസം ഒരു CCTVയുടെയും ദൃശ്യങ്ങൾ സൂക്ഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് BJPയുടെ ബൂത്ത് ഏജന്റുമാരായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചു, രാജ്യത്ത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തെ ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടി NRCയും CAAയും രാജ്യത്തെ പാർലമെന്റിൽ പാസാക്കിയെടുത്തപ്പോൾ രാജ്യത്തുടനീളം അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്ന കാലഘട്ടത്തില് ആ നിയമം അവർ ഫ്രീസ് ചെയ്തു വെക്കുകയായിരുന്നു. ശക്തമായ ജനകീയ പ്രക്ഷോഭം കൊണ്ടാണ് CAAയും NRCയും നാളിതുവരെ അവർക്ക് രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടു കൂടി ഇന്ന് രാജ്യത്ത് ഈ CAAയും NRCയും നടപ്പിലാക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബീഹാറിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി നവംബർ മാസത്തിൽ ബീഹാറിലേക്ക്